ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് FIUGPയുടെ തേർഡ് സെമ്മിലുള്ള വെബ്സൈറ്റ് ഡിസൈനിങ് യൂസിങ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിലെ പ്രാക്ടിക്കൽ, അതേപോലെ നമ്മളത് ദ്രുപാൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ ദ്രുപാലിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ 10 ലാബ് എക്സസൈസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നീട് നമുക്ക് 10 ലാബ് എക്സസൈസും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ പോയി ആദ്യം സാമ്പും ദ്രുപാലും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, ദ്രുപാൽ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: സാമ്പ്, ദ്രുപാൽ. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും പുതിയ വേർഷൻ നിങ്ങൾ ഗൂഗിളിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ലാബ് എക്സസൈസിലെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷനാണ്. അപ്പോൾ ഇത് കുട്ടികൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ നമുക്ക് ആദ്യം മനസ്സിലായതിനു ശേഷമാണ്. ഇത് ഡൈനാമിക് ആണ്, അതുകൊണ്ട് നമ്മൾ CPP ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് ഫോർമാറ്റിലല്ല അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ദ്രുപാൽ ചെയ്യുന്നത്. ഇത് ഡൈനാമിക് ആണ്, വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. ഡൈനാമിക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇൻസ്റ്റലേഷൻ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ഇതെടുക്കുകയാണ്. ഡൗൺലോഡ്സിൽ ഞാൻ ഇവിടെ ദ്രുപാൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പിന്നെ സാമ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സാമ്പിൻ്റെ വിൻഡോസ് X64 8.2.12 എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് എന്ന് ചോദിക്കുന്നു. ഞാൻ അതിന് yes എന്ന് കൊടുത്തു. കണ്ടിന്യൂ ഇൻസ്റ്റലേഷൻ, കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വീണ്ടും yes എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. പിന്നെ അതിനുശേഷം വെൽക്കം ടു ദ സാമ്പ്, നെക്സ്റ്റ് കൊടുക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്തൊക്കെ കമ്പോണൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇത് നമ്മൾ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഫോൾഡർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ C ഫോൾഡറാണ് ഡീഫോൾട്ടായിട്ട് അതിൽ വരുന്നത്. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ലാംഗ്വേജ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇതിൽ 2 ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇംഗ്ലീഷാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഒന്നും ചെയ്യേണ്ട. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. സെറ്റപ്പ് ഈസ് നൗ റെഡി എന്നാണ് കാണിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. സാമ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് ഒരു മിനിറ്റ് ഇൻസ്റ്റലേഷന് വേണ്ടി ടൈം എടുക്കുന്നതാണ്. നമുക്ക് ദ്രുപാൽ ചെയ്യാനായിട്ട് PHP, അതുപോലെ SQL ഒക്കെയാണ് ആവശ്യം. അതൊക്കെ ഈ സാമ്പിൽ അറ്റാച്ച്ഡ് ആണ്. സാമ്പ് ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ MySQL, PHP, Perl, Apache ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെയുണ്ട്. നമ്മൾ അതുകൊണ്ട് വേറെ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സാമ്പ് എന്നുള്ള ഒരൊറ്റ ഫ്രെയിം വർക്ക് എടുത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഈ സാമ്പ് എന്ന് പറയുന്നത് തന്നെ ഇത് കണ്ടോ, XAMPP. ഇതിൻ്റെ ഫുൾ ഫോം തന്നെ ഇത് ക്രോസ് പ്ലാറ്റ്ഫോം, അപ്പാച്ചി, മാരിയ ഡാറ്റാബേസ്, PHP, Perl. ഇത് ഓരോന്നിൻ്റെ എക്സ്റ്റൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഫ്രെയിം വർക്കാണ് സാമ്പ്.
ഇത് ഒരു സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ഇതിൻ്റെ സാമ്പിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു പാക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ അത് അൺപാക്കിംഗ് ആണ് കാണിക്കുക. അത് അൺപാക്കിംഗ് ചെയ്യാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഇവിടെ അൺപാക്കിംഗ് ഫയൽസ് എന്ന് കാണിക്കുന്നത്. അത് അൺപാക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം എടുക്കും. പിന്നെ ദ്രുബാൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ദ്രുബാൽ അതും ഒരു പാക്കേജാണ്. നമ്മളിങ്ങനെ കുറേ ഫയൽസ് ഇങ്ങനെ അടുക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഒരു ടേബിളിൻ്റെ മുകളിൽ, അങ്ങനെയുള്ള കുറച്ച് ഫയൽസാണ് ദ്രുബാൽ എന്ന് പറയുന്നത്. അപ്പം അതിന് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് സാമ്പിൻ്റെ യൂസേജ് കൂടിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. സാമ്പിൻ്റെ അകത്ത് നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി ദ്രുബാലിൻ്റെ സോഫ്റ്റ്വെയർ അവിടെ കൊണ്ട് സേവ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇൻസ്റ്റലേഷൻ സംഭവിക്കുക. അല്ലാതെ ദ്രുബാലിന് ഒറ്റയ്ക്ക് ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് അൺപാക്കിംഗ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇൻസ്റ്റലേഷൻ മാത്രമാണ് നമുക്ക്. ഓക്കെ, ഡു യു വാണ്ട് ടു സ്റ്റാർട്ട് ദ കൺട്രോൾ പാനൽ നൗ എന്നാണ് ചോദിക്കുന്നത്. അതിൽ നമ്മൾ ഫിനിഷ് കൊടുക്കുക. സാമ്പിൻ്റെ കൺട്രോൾ പാനൽ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ആദ്യം നോക്കിക്കേ, ആദ്യത്തെ രണ്ടെണ്ണം രണ്ടും നമുക്ക് ആവശ്യമാണ്. അപ്പാച്ചി, MySQL, ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇതിൽ നോക്കിക്കേ, അപ്പാച്ചി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വരുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ പോർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പോർട്സ്. ഈ പോർട്സ് വേറെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കോൺഫിഗ് എന്നുണ്ട്. ആ കോൺഫിഗിൽ പോയിട്ട് പോർട്ട് ഒന്ന് മാറ്റി കൊടുക്കണം. അതിൽ ഫസ്റ്റത്തെ അപ്പാച്ചി ഫയൽ അതെടുക്കുക. httpd.conf എന്നുള്ളൊരു ഫയൽ എടുക്കുക. അതിൻ്റെ ഏറ്റവും താഴത്തോട്ട് വരിക. ഇവിടെ നമുക്ക് പോർട്ടിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 80 ആയിട്ട് കാണാൻ പറ്റും. ആ 80നെ നമ്മൾ ചേഞ്ച് ചെയ്ത് 80 എന്ന് കൊടുക്കാം. ഇത് വേണം. വീണ്ടും ഒരു 80 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായി? 8080 എന്നായി. താഴെയും അതുപോലെ 8080 കൊടുക്കുക. ഫയലൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, പോർട്ട് അവൈലബിൾ ആയി. 8080 എന്നുള്ള പോർട്ട് അവൈലബിൾ ആയി. അപ്പം നമ്മളിതിനിവിടെ മിനിമൈസ് ചെയ്തിടാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ദ്രുബാലാണ്. ദ്രുബാൽ 10.2.2 ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഫയൽസ് അതിലുണ്ടാവും. അതിന് നമ്മൾ മുഴുവനായിട്ടും കോപ്പി ചെയ്യാം. Ctrl+A, Ctrl+C കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സി ഡ്രൈവിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത സാമ്പിളില്ലേ അതിനകത്ത് htdocs എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഒരു ഫോൾഡർ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓർത്ത് വെക്കാനായിട്ട് മൈ ദ്രുബാൽ വെബ്സൈറ്റ് എന്ന് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മൈ ദ്രുബാൽ വെബ്സൈറ്റ്
എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ കോപ്പി ചെയ്തൊക്കെ പേസ്റ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. കുറേ ഫയൽസ് ഉണ്ട്, അത് മുഴുവനായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ മുൻപ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഓരോ സിസ്റ്റത്തിലും ഓരോ, ഇപ്പോൾ അപ്പാച്ചിൽ നമുക്ക് എറർ വന്നില്ലേ, ചില കുട്ടികൾക്ക് SQL ഫയലായിരിക്കും എറർ വരിക. കൺട്രോൾ പാനൽ ഇവിടെ ഇതിൽ ഈ എക്സാം കൺട്രോൾ പാനലിൽ ഇതാണ് നമുക്ക് ഓപ്പൺ ആവാതിരുന്നത് അപ്പാച്ചി. ചില സിസ്റ്റത്തിൽ MySQL ഓപ്പൺ ആവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സിസ്റ്റത്തിലും പോർട്ടിൻ്റെ നമ്പർ അനുസരിച്ചിട്ടാണ് വേരിയേഷൻ എറേഴ്സിൻ്റെ വരിക. അപ്പോൾ അത് ആ എറേഴ്സിനനുസരിച്ച് നമ്മൾ വേണം, അല്ലാതെ നമ്മൾ CPP ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു എറേഴ്സ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു, അങ്ങനെയുള്ള ഒരു രീതി ഒരു ഫോർമാറ്റത്തിലില്ല. ഓരോ സിസ്റ്റത്തിൻ്റെയും പോർട്ട് അനുസരിച്ചിട്ടാണ് നമുക്കിതിൻ്റെ എറർ മെസ്സേജസ് ഒക്കെ വരുന്നത്. ഇത് കോപ്പി ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫയൽസ് ധ്രുബാലിനകത്തുണ്ട്. ഇത് മുഴുവനായിട്ട് കോപ്പി ചെയ്യാനാണ് കുറച്ചൊരു സമയം എടുക്കുന്നത്. ഇതിൽ കുറച്ച് എറർ മെസ്സേജസ്, അപ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് പോകാവുന്നതാണ്. കോപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഈ ധ്രുബാൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഒരു കോഡിങ്ങിൻ്റെ നോളജ് ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് CMS എന്ന് പറയുന്നത് തന്നെ. CMS മീൻസ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. എ പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് വെബ്സൈറ്റ് വിത്തൗട്ട് ടെക്നിക്കൽ നോളജ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ വരുന്നത്. അതുകൊണ്ട് കോഡിങ്ങോ വേറെ കാര്യങ്ങളോ ഒന്നും നമുക്ക് പഠിക്കേണ്ട. ഒരു നോർമൽ പേഴ്സണ് നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ രീതിയിലാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റുക. അല്ലാതെ വേറെ പ്രോഗ്രാമിംഗ് നോളജ്, ടെക്നിക്കൽ നോളജ് ഒന്നും ഇതിന് ആവശ്യമില്ല. അതാണ് കണ്ടന്റ് മാനേജ്മെന്റിന്റെ യൂസേജ് എന്ന് പറയുന്നത് തന്നെ അതാണ് കേട്ടോ. ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഓക്കെ, മുഴുവനായിട്ടും പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ബ്രൗസർ എടുക്കുക. മുകളിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ വരുന്നില്ല, അതുകൊണ്ടൊരു സ്ലാഷ് ഇട്ടിട്ട് ഡാഷ്ബോർഡ് എന്ന് കൊടുക്കുകയാണ്. ഡാഷ്ബോർഡ് എന്ന് കൊടുത്തപ്പോൾ വന്നു. ഓക്കെ, ഇവിടെ അപ്പാച്ചി ഓപ്പൺ ആയിട്ടുണ്ട്.
സാമ്പിൻ്റെ അപ്പാച്ചി മരിയ ഡാറ്റാബേസ് PHP പേൾ അടങ്ങുന്ന ഒരു വിൻഡോ ആണിത്. ഇത്രയും ഡീറ്റെയിൽസ് ഈ മുഴുവൻ സാധനങ്ങളും നമുക്ക് എക്സാമ്പിൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ PHP My Admin എന്നുള്ളൊരു മെനു കാണും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. PHP My Admin, അതിൽ എറർ മെസ്സേജാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കിവിടെ എററാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഒരു ഫയൽ 8080 എന്ന് പോർട്ട് നമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പാച്ചിയിൽ, ആ പോർട്ട് നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റ് :8080 എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റ് :8080/PHP My Admin എന്നുള്ളതാണ് മുകളിൽ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റാബേസ് പേജ് ഓപ്പൺ ആവും. ഇവിടെ നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മുകളിൽ ഡാറ്റാബേസ് എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡാറ്റാബേസ് നെയിം ചോദിക്കുന്നുണ്ട്, ക്രിയേറ്റ് ഡാറ്റാബേസിൻ്റെ താഴെ. അവിടെ നമുക്ക് ദ്രുപാൽ എന്നുള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനർത്ഥം ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി എന്നാണ്. വീണ്ടും നമ്മൾ ബ്രൗസറിൽ പോയി ലോക്കൽ ഹോസ്റ്റ് :8080/my Drupal website എന്ന് കൊടുക്കുക. നമ്മുടെ ഫോൾഡർ നെയിം എന്തായിരുന്നു? മൈ ദ്രുപാൽ വെബ്സൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ലോക്കൽ ഹോസ്റ്റ് :8080/my Drupal website എന്ന് കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ദ്രുപാലിൻ്റെ ഒരു മെയിൻ പേജാണ് ഇവിടെ ഓപ്പൺ ആവുക. ഇവിടെ ഒരു 6 സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്സായിട്ട് ചെയ്തു പോവാണ് ഇൻസ്റ്റലേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ്, അതിൽ കുറേ ലാംഗ്വേജസ് കാണുന്നുണ്ട്. നമുക്കൊന്നും വേണ്ട, ഇംഗ്ലീഷ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കായി സ്റ്റെപ്പ് 2ലേക്ക് പോയി. ചൂസ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ്, മിനിമൽ, ഡെമോ അങ്ങനെ 3 കാണും. നമുക്ക് സ്റ്റാൻഡേർഡ് മതി. വീണ്ടും നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ്, വെരിഫൈ റിക്വയർമെൻറ്റ്സ്. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ടോ, സ്റ്റാറ്റസ് ഡീറ്റെയിൽസിൻ്റെ താഴെ PHP എക്സ്റ്റൻഷൻ എന്നുള്ളൊരു എറർ കാണിക്കുന്നുണ്ട്. ഇത് പോവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, PHP ഫയലിൽ പോയി ഒരു കോഡിങ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ കൺട്രോൾ പാനൽ എടുക്കുക. കൺട്രോൾ പാനലിൽ ഇവിടെ അപ്പാച്ചിയിലെ കോൺഫിഗ് എടുത്തതിന് ശേഷം ഇവിടെ PHP എന്നുള്ളൊരു ഫയലുണ്ട്, php.ini. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കൺട്രോൾ F കൊടുക്കാം. എന്നിട്ട് അതിൽ GD എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഈ ആരോ മാർക്ക് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ GD എവിടെയൊക്കെ ഉണ്ടോ അത് നമുക്ക് കാണിച്ചു തരും. ഈ ലൈനിൽ ഒരു സെമിക്കോളൻ ഉണ്ട്. എക്സ്റ്റൻഷൻ = GD എന്നുള്ളിടത്ത് സെമിക്കോളൻ ഉണ്ട്. ആ സെമിക്കോളൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. സെമിക്കോളൻ നമ്മളെപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എൻഡിങ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് മറക്കാതെ ഫയൽ സേവ് ചെയ്യാം. ക്ലോസ് ചെയ്തു. നമ്മൾ ക്ലോസ് ചെയ്താൽ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും സാം കൺട്രോൾ പാനൽ ഒന്നും കൂടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, ആ എറർ മെസ്സേജ് പോയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഏറ്റവും താഴോട്ട് വന്ന് കണ്ടിന്യൂ എനിവേ. അപ്പോൾ റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ കുറേ റിക്വയർമെൻറ്റ്സ് ആണ്, ഇതൊക്കെ ഓക്കെയാണ്, ഇതൊന്നും നമ്മൾ നോക്കേണ്ട. ഏറ്റവും ലാസ്റ്റ് കണ്ടിന്യൂ എനിവേ കൊടുക്കുക. ഇനി ചോദിക്കുന്നത് ഡാറ്റാബേസ് കോൺഫിഗറേഷൻ. അതിൽ ഡാറ്റാബേസ് നെയിമാണ് ചോദിക്കുന്നത്. നമ്മൾ കൊടുത്തത് ദ്രുപാൽ എന്നല്ലേ, അത് കൊടുക്കുക. യൂസർ നെയിം എപ്പോഴും റൂട്ട് എന്നായിരിക്കും കേട്ടോ. പാസ്വേഡ് ഒന്നും കൊടുക്കണ്ട. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദ്രുപാൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് 5 വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ദ്രുപാൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, കോൺഫിഗർ സൈറ്റ്. ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ സൈറ്റ് ഇൻഫോർമേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ലാബ് എക്സൈസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മൈ കോളേജ് എന്നുള്ളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മൈ കോളേജ് തന്നെ കൊടുക്കാം. ഇമെയിൽ അഡ്രസ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഒരു യൂസർ നെയിം കൊടുക്കുക. ഹലോ വേൾഡ്, ഞാൻ അതന്നെ പാസ്വേഡായിട്ടും കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് കൺഫർമേഷൻ, വീണ്ടും ഹലോ വേൾഡ് എന്ന് ഞാൻ പാസ്വേഡ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ. സ്പെസിഫൈഡ് പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് എന്നുള്ളൊരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ പാസ്വേഡ് കൊടുത്തു നോക്കാം കേട്ടോ. ഹലോ വേൾഡ്. ഹലോ വേൾഡ് വീണ്ടും അതിനെ കൊടുത്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മുടെ കോളേജ് വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ കൊടുത്ത മൈ കോളേജ് എന്നുള്ളൊരു വെബ്സൈറ്റ്, പിന്നെ മിഡിലായിട്ട് വെൽക്കം. ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വെബ് പേജ് ക്രിയേറ്റഡ് ആയി എന്നുള്ളത് പറയാൻ പറ്റും. ഇനി ഈ കാണുന്നത് കണ്ടോ, കണ്ടന്റ്, സ്ട്രക്ചർ, അപ്പിയറൻസ്, എക്സ്റ്റെൻഡ്, ഇത് അഡ്മിൻ ടൂൾ ബാർ ആണ്. ഈ ടൂൾ ബാർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ 10 ലാബ് എക്സസൈസും ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ, ഇൻസ്റ്റലേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ കമൻസിൽ പറയുക. അതിനുള്ള ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ബൈ.